മാഷാ അല്ലാ, ഇനി നമുക്ക് കഥയുടെ ഏറ്റവും ആഴമുള്ള ഘട്ടത്തിലേക്ക് കടക്കാം. കുറ്റമില്ലാതെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ അവന്റെ ഹൃദയം അടച്ചുപൂട്ടപ്പെട്ടില്ല. ഇരുണ്ട ചുമരുകൾക്കുള്ളിൽ പോലും ദൈവിക പ്രകാശം തെളിയുകയായിരുന്നു. ജയിലിലെ ആദ്യ ദിനങ്ങൾ. യൂസുഫ് നബി ജയിലിലെത്തുമ്പോൾ അപമാനം, ഏകാന്തത, അനീതിയുടെ വേദന. എന്നാൽ ശ്രദ്ധിക്കുക, അദ്ദേഹം പരാതി പറഞ്ഞില്ല. അദ്ദേഹം ദൈവത്തെ മറന്നില്ല. ജയിലിൽ അദ്ദേഹത്തിനൊരു ശിക്ഷയല്ല, ഒരു ദൗത്യമായിരുന്നു. ജയിലിൽ 2 യുവാക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ വീഞ്ഞു പിഴിയുന്നതായി കണ്ടു. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ തലയിൽ അല്പം വഹിക്കുന്നതായി കണ്ടു. പക്ഷികൾ അത് തിന്നുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ നല്ലവനാണെന്ന് കാണുന്നു. ഞങ്ങൾക്കിതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാമോ? യൂസുഫ് ഉടൻ സ്വപ്നം വ്യാഖ്യാനിച്ചില്ല. ആദ്യം അദ്ദേഹം തൗഹീദിന്റെ സന്ദേശം പറഞ്ഞു. ഒരുപാട് ദൈവങ്ങളോട് അല്ലെങ്കിൽ ഒരേ ഒരു ശക്തനായ അല്ലാഹുവോ? ഇതൊരു വലിയ പാഠം. സാഹചര്യം എന്തായാലും പ്രവാചകന്റെ ദൗത്യം നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, വീഞ്ഞു പിഴിയുന്നവൻ രാജാവിന് അടുത്തതായി മടങ്ങും. അപ്പം വഹിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. അദ്ദേഹം ഒരാളെ ഓർമ്മിപ്പിച്ചു, രാജാവിന്റെ അടുത്ത് എന്നെ ഓർക്കുക, നിങ്ങൾ രാജാവിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ. പക്ഷേ ആ മനുഷ്യൻ പുറത്തിറങ്ങിയിട്ട് യൂസുഫ് നബിയെ മറന്നുപോയി. വർഷങ്ങളും കടന്നുപോയി. ജയിലിൽ വാസം നീണ്ടു. ഇതൊരു നിർണായക പാഠം. ദൈവത്തിന്റെ പദ്ധതി മനുഷ്യന്റെ സമയക്രമത്തിൽ നടക്കില്ല. അള്ളാഹു തയ്യാറാക്കുമ്പോൾ അവസരം വൈകിയതായി തോന്നാം, പക്ഷേ അത് കൃത്യസമയമാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് ഒരു സ്വപ്നം കണ്ടു. 7 കൊഴുത്ത പശുക്കൾ, 7 ക്ഷീണിച്ച പശുക്കൾ, 7 പച്ചക്കതിരുകൾ, 7 ഉണങ്ങിയ കതിരുകൾ. ഇത് കണ്ടു ഭയന്ന രാജാവ് അരമനയിലെ പണ്ഡിതന്മാരെ വിളിച്ചു. അവർ പറഞ്ഞു, ഇത് കലർന്ന സ്വപ്നമാണ്. അപ്പോൾ ജയിലിൽ നിന്നും മോചിതനായ ആ മനുഷ്യൻ ഓർമ്മിച്ചു, ജയിലിലെ ഇതുപോലെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞു. രാജാവ് ഉടനെ യൂസുഫിനെ വിളിച്ചു. അദ്ദേഹം സ്വപ്നം വിശദമായി വ്യാഖ്യാനിച്ചു. 7 വർഷം സമൃദ്ധി, 7 വർഷം കടുത്ത ക്ഷാമം. അദ്ദേഹം ഒരു സാമ്പത്തിക പദ്ധതി നിർദ്ദേശിച്ചു. സമൃദ്ധിയുടെ കാലത്ത് സംഭരിക്കുക. ഇത് വെറും വ്യാഖ്യാനമല്ല, ഒരു ദേശീയ രക്ഷാ പദ്ധതിയായിരുന്നു. രാജാവ് അദ്ദേഹത്തെ പുറത്തിറക്കാൻ തീരുമാനിച്ചു. പക്ഷേ യൂസുഫ് നബി പറഞ്ഞു, എന്നെ ജയിലിലാക്കിയ ആ സ്ത്രീയുടെ കാര്യം അന്വേഷിക്കട്ടെ. അദ്ദേഹം തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പുറത്തുവരാൻ തയ്യാറായില്ല. സത്യം പുറത്തു വന്നു. അസീസിന്റെ ഭാര്യ സമ്മതിച്ചു, താനാണ് തെറ്റ് ചെയ്തതെന്ന്. ഇതാണ് സത്യം, ഞാൻ തന്നെയാണ് അവനെ പ്രലോഭിപ്പിച്ചത്. ഇവിടെ നമ്മൾ കാണുന്നത് അനീതിയിൽ പോലും വിശ്വാസം, ജയിലിലെ ദൗത്യ കേന്ദ്രം, ദൈവിക സമയം, മാന്യതയ്ക്ക് മുൻഗണന. യൂസുഫ് നബി ജയിൽ ഒരു അവസരമാക്കി മാറ്റി. ജയിൽ ചുമരുകൾ തകർന്നില്ല, പക്ഷേ അവന്റെ മാന്യത തെളിഞ്ഞു. ഇപ്പോൾ കിണറ്റിലെ കുഞ്ഞ്, ജയിലിലെ തടവുകാരൻ, പിന്നീടത് രാജധാനിയിലെ വാതിലിൽ നിൽക്കുകയാണ്. കിണറ്റിൽ തള്ളപ്പെട്ട ഒരു കുഞ്ഞ് ഇന്ന് ഈ രാജ്യത്തിന്റെ ഭാവി കയ്യിൽ പിടിക്കുന്നു. അവനെ വിറ്റവർ അറിഞ്ഞില്ല അവനൊരു ദിവസം അവരുടെ രക്ഷകനാകുമെന്ന്. രാജാവ് യൂസഫിന്റെ ജ്ഞാനം തിരിച്ചറിഞ്ഞു. യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, രാജ്യത്തിന്റെ ഭരണഘടനയുടെ മേൽ എന്നെ നിയമിക്കൂ. ഞാൻ വിശ്വസ്തനും അറിവുള്ളവനുമാണ്. അദ്ദേഹത്തെ രാജ്യത്തിന്റെ ധനകാര്യ ചുമതലയിലേക്ക് നിയമിച്ചു. ഇത് വെറുമൊരു പദ്ധതിയല്ല, ഒരു ദൗത്യത്തിന്റെ തുടക്കമായിരുന്നു. രാജ്യം സമൃദ്ധിയിൽ മുങ്ങി. യൂസഫ് നിർദ്ദേശിച്ചു, അധിക വിളവ് സംഭരിക്കുക, പാഴാക്കരുത്, ഭാവിയെ ചിന്തിക്കുക. ഇത് ദൈവിക ജ്ഞാനവും ഭരണ നൈപുണ്യവും ചേർന്ന മാതൃക. ശേഷം ക്ഷാമം തുടങ്ങി. വിളകൾ വറ്റി, ജനങ്ങൾ ദുരിതത്തിലായി. പക്ഷെ ഈജിപ്ത് സുരക്ഷിതമായി. കാരണം തയ്യാറെടുപ്പ്. ഇപ്പോൾ അയൽ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ധാന്യം തേടി ഈജിപ്തിലെത്തിയിരിക്കുന്നു. ക്ഷാമം കനാനിലും എത്തി. യോസഫിന്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് ധാന്യം വാങ്ങാൻ വന്നു. അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല, പക്ഷെ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. ചിന്തിക്കൂ, കിണറ്റിൽ തള്ളിയവർ ഇന്ന് അവന്റെ മുന്നിൽ സഹായം തേടി നിൽക്കുന്നു. ഇത് പ്രതികാരത്തിനുള്ള അവസരമോ? അല്ല, ഇത് പരീക്ഷണത്തിന്റെ അവസാന ഘട്ടം. അദ്ദേഹം ഉടൻ സ്വയം വെളിപ്പെടുത്തിയില്ല. അവരുടെ മനസ്സു മാറിയോ എന്ന് പരിശോധിക്കാൻ ഒരു പദ്ധതിയുമായി മുന്നോട്ടുപോയി. അവരുടെ സഹോദരനായ ബിന്യാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവരുടെ ഹൃദയം ഇപ്പോഴും കഠിനമാണ്, അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ? കനാനിൽ പിതാവ് യാക്കൂബ് അലൈഹിസ്സലാം ഇപ്പോ വരെ യോസഫിന്റെ വേർപാടിൽ കരയുകയാണ്. ഖുർആൻ പറയുന്നു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദുഃഖത്തിന്റെ വെളുത്തുപോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ദുഃഖം അള്ളാഹുവിനോട് പരാതിപ്പെടുന്നു എന്നത് സബറിന്റെ പരമാവധി. അവസാനം യൂസഫ് അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, യൂസഫിനോടും അവന്റെ സഹോദരനോടും നിങ്ങൾ എന്തു ചെയ്തു? അവർ ഞെട്ടി. നീ യോസഫാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ യോസഫാണ്, ഇതെന്റെ സഹോദരൻ.
ഇപ്പോൾ അദ്ദേഹത്തിന് പക വീട്ടാൻ അധികാരമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കുമേൽ കുറ്റമില്ല, അല്ലാഹു നിങ്ങളെ ക്ഷമിക്കട്ടെ. ഇത് മനുഷ്യചരിത്രത്തിലെ മികച്ച ക്ഷമകളുടെ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അവസാനം കുടുംബം ഈജിപ്തിലേക്ക് വന്നു. മാതാപിതാക്കൾ അദ്ദേഹത്തെ ആദരിച്ചു, സഹോദരന്മാരും ആദരിച്ചു. ബാല്യത്തിലെ സ്വപ്നം ഇപ്പോൾ പൂർത്തിയായി. 11 നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ എല്ലാം സാഷ്ടാംഗം. യോസഫ് നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമ്മോട് പഠിപ്പിക്കുന്നത് പരീക്ഷണം ഉയർച്ചയുടെ വഴി, അസൂയ നാശം, വിശ്വാസം രക്ഷ, ക്ഷമ വിജയം. ദൈവീക പദ്ധതി എപ്പോഴും മികച്ചതാണ്. കിണറ്റിലെ ഇരുട്ടിൽ നിന്നും രാജധാനിയുടെ പ്രകാശത്തിലേക്ക് അവനെ വിറ്റവർ അവന്റെ മുന്നിൽ തലകുനിച്ചു. അവൻ പ്രതികാരം ചെയ്തില്ല, അവൻ ക്ഷമിച്ചു. അതാണൊരു പ്രവാചകന്റെ മഹത്വം.